മദ്യപിച്ച് ജീവനെടുക്കുന്ന സൗഹൃദങ്ങളുടെ വാർത്തയിലേക്ക്. എറണാകുളം പച്ചാളത്ത് മദ്യലഹരി യുവാവിനെ സുഹൃത്ത് തലക്കടിച്ച് കൊന്നു. പച്ചാളം സ്വദേശി അലിൻ ജൂഡിനെയാണ് സുഹൃത്ത് സിനോഷിന്റെ വീടിന്റെ ടെറസിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൊലപാതക ശേഷം മൃതദേഹത്തിന് സമീപം ഒരു രാത്രി മുഴുവൻ ഉറങ്ങിയ സിനോഷിനെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോലീസ് പിടികൂടിയത്. സ്ഥിരമായുള്ള മദ്യപാനത്തിനും ലഹരി ഉപയോഗത്തിനുമുള്ള ഇടമായിരുന്നു എറണാകുളം പച്ചാളത്തുള്ള സിനോഷിന്റെ വീടിന്റെ ടെറസ്. കഴിഞ്ഞ രാത്രിയിലുള്ള മദ്യപാനത്തിനിടെ സുഹൃത്തും പ്രദേശവാസിയുമായ ആലിൻ ജൂഡുമായി സിനോഷ് തർക്കത്തിലായി. മദ്യപാനത്തിനൊപ്പം ആഹാരം കഴിക്കാനായി ടെറസിൽ തന്നെ സജ്ജീകരിച്ച ഷെഡിലുണ്ടായിരുന്ന ഫ്രൈയിംഗ് പാൻ ഉപയോഗിച്ചാണ് സിനോഷ് ആലിന്റെ തലയിൽ മൃഗീയമായി അടിച്ചത്. മർദ്ദനശേഷം ലഹരിയുടെ ഉന്മാദത്തിൽ സിനോഷ് അവിടെ തന്നെ കിടന്നുറങ്ങി. ആലിൻ കൊല്ലപ്പെട്ട വിവരം പ്രദേശവാസികൾ അറിയുന്നത് രാവിലെയാണ്. ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് മദ്യപിച്ചു പോകുന്ന ഒരാളായിട്ടാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ പരിസരവാസികളുടെ പരാതികളെല്ലാം നിലവിലുണ്ടായിരുന്നു. അവിടെ സ്ഥിരമായിട്ട് വന്ന് മദ്യപിക്കുകയും അങ്ങനെ ബഹളം ഉണ്ടായിട്ടാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ ആൾക്കാർ 4-5 ആൾക്കാർ ഉണ്ടായിട്ടാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഒരു തൊട്ടടുത്ത് തന്നെ ഒരു ഫ്രൈയിങ് പാനും കാര്യങ്ങളും ഇപ്പോൾ ഇതിപ്പുണ്ട്. അത് വെച്ച് അടിച്ച് കൊലപ്പെടുത്തിയായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. സിനോഷിന്റെ വീടിന്റെ താഴത്തെ നില ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വാടകയ്ക്ക് നൽകിയതാണ്. ഇവർ നാട്ടുകാരെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. കൊല്ലപ്പെട്ട ആലൻ നിരവധി ലഹരി കേസുകളിൽ പ്രതിയാണ്. പോലീസ് കസ്റ്റഡിയിലുള്ള സിനോഷ് പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. എന്നാൽ മദ്യപാനവും കൊലപാതകവും ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്ത് കൃത്യമായ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ലഹരി ഉപയോഗത്താൽ പ്രദേശവാസികൾക്കും ഇരുവരും ശല്യമുണ്ടാക്കാറുണ്ടെന്നും പരാതിയുണ്ട്. സംഭവ സമയത്ത് മറ്റാരെങ്കിലും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നതും പോലീസ് അന്വേഷിക്കുകയാണ്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.